അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനെ കൈകാര്യം ചെയ്യുന്ന വിഷയം മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, അതിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പടക്കമുള്ള കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റ് സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ച് പറയുന്നത് പോലും മനുഷ്യന് അള്ളാഹുവുമായിട്ടുള്ള, അവൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കാനും അള്ളാഹുവിൻ്റെ ശക്തിയും അവൻ്റെ കഴിവും യോഗ്യതയും അവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്നുള്ള കാര്യവുമൊക്കെ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതിൽ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞൊരു സംഗതി ഖലഖ മിനൽ മായി കുല്ല ഷൈഇൻ ഹയ്യിൻ എന്നാണ്. ജലവുമായി ബന്ധപ്പെട്ടാണ് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആരാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? ഭൂമിയിൽ വെള്ളമുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ ജലവുമായി ബന്ധപ്പെട്ടാണ് ജീവനുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചത് എന്നത് അന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ശാസ്ത്രജ്ഞനുമില്ല. ജൂതന്മാർക്കും പയ്യജബ്ബാറൊക്കെ പറയുന്ന ജൂതന്മാർ പറഞ്ഞു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എഴുതി ഉണ്ടാക്കിയതെന്നാണല്ലോ. ജൂതന്മാർക്ക് പോലും അറിയാത്തൊരു സംഗതിയാണത്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ജീവജാലങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖലഖ മിനൽ മായി ബശറൻ എന്നാണ്. സൂറത്ത് ഫുർഖാൻ 25-54 ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ ജലത്തിൻ്റെ അംശത്താൽ സൃഷ്ടിച്ചു എന്നാണ്. ഇവിടെ ഉപയോഗിച്ച മിനൽ മായി എന്ന ഈ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. മിൻ എന്ന അറബി ഈ പ്രയോഗത്തിന് ഗ്രാമറിൽ അതിന് പറയുക, അറബിയിൽ പറയാം ഹർഫ് എന്നാണ്. അപ്പോൾ ഇസ്മിനെയും രണ്ട് ഇസ്മുകളെ അല്ലെങ്കിൽ ഇസ്മിനെയും ഫെയിലിനെ, അതായത് നാമം അതുപോലെ തന്നെ ക്രിയ, ഇതിനെയൊക്കെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയത്തിനാണ് ഹർഫ് എന്ന് പറയാം. അപ്പോൾ ഈ മിന്നിന് ഒരുപാട് അർത്ഥമുണ്ട്. അതിൽ നിന്ന് മിനൽ മായി വെള്ളത്തിൽ നിന്ന് എന്ന് പറയാം, അതുപോലെ വെള്ളത്താൽ എന്ന് പറയാം, അതുപോലെ വെള്ളത്തിൻ്റെ അംശത്താൽ എന്ന് പറയാം. ഇവിടെ മിനൽ മായി എന്ന് പറയുമ്പോൾ ജലം എന്ന് സാധാരണ പറയുന്ന ജലം ഉദ്ദേശമാവാമെന്നേ പറയാൻ പറ്റുള്ളൂ. മറ്റ് പ്രയോഗങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അത് സാധാരണ ജലമാവാൻ സാധ്യത കുറവാണ്. പ്രത്യേകമായിട്ടുള്ള ഒരു മാവ്, അതായത് ഒരു ദ്രാവകം, ആ ദ്രാവകത്തിൻ്റെ അംശത്താലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് വരിക. ആ ദ്രാവകം ഏതാണെന്നുള്ളത് പിന്നീട് ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊന്ന് ഖുർആൻ പറഞ്ഞത് സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ എന്നാണ്. ഇത് പറഞ്ഞിട്ടുള്ളത് 32:8 സൂറത്ത് സജദയിലാണ്. വളരെ നിസ്സാരമായ ഒരു ദ്രാവകത്തിൻ്റെ അംശത്താലാണ്, അതിൻ്റെ സത്തയാലാണ് എന്നൊക്കെ പറയാം. മിൻ സുലാലത്തിൻ മിൻ മാഇൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുപോലെ തന്നെ അലം നഖ്ലുക്കും മിൻ മാഇൻ മഹീൻ, നിങ്ങളെ വളരെ നിസ്സാരമായ ഒരു ദ്രാവകത്തിൻ്റെ അംശത്താൽ നാം സൃഷ്ടിച്ചിട്ടില്ലേന്നാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നത് സുമ്മ ജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ, അതിനെ നാം ഭദ്രമായ ഒരു പാത്രത്തിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട് ആ അംശത്തെ. അതുപോലെ ഖലഖ മിൻ മാഇൻ ദാഫിഖ് എന്നാണ് സൂറത്ത് താരിഖിൽ പറഞ്ഞിട്ടുള്ളത്. ദാഫിഖ് പറഞ്ഞാൽ തെറിച്ച് പുറപ്പെടുന്ന, അല്ലെങ്കിൽ മനുഷ്യന് സന്തോഷം പകരുന്ന രീതിയിലുള്ള ലൈംഗിക വീഴ്ചയുടെയോ അല്ലെങ്കിൽ ശുക്ലം പുറത്ത് വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന
ആ ഒരു പ്രത്യേക സ്വഭാവത്തെയാണ് പിന്നെ ദഫ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദ്രാവകത്തിൻ്റെ അംശത്താൽ സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ മിൻ എന്ന് പറഞ്ഞാൽ ഈ അംശമാണ്, ഒരു ദ്രാവകത്തിൻ്റെ അംശത്താലാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് തുറാബ്, മണ്ണിൻ്റെ അംശത്താൽ സൃഷ്ടിച്ചു എന്നാണ്. അവിടെ തുറാബ് എന്ന പദം ഖുർആൻ 6 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അത് സൂറത്ത് ആല ഇമ്രാൻ 3:59, സൂറത്ത് കഹ് 18:35, 37, ഹജ്ജ് 22:5, അതുപോലെ 30:12 റൂം, ഫാത്തിർ 35:11, ഗാഫിർ 40:65 ഇതിലൊക്കെയാണ്. മണ്ണ് തുറാബ് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഏതിനം മണ്ണിനും പറയാവുന്ന പൊതുവായിട്ടുള്ളൊരു പ്രയോഗം. അതിൽ തന്നെ തീനിൻ്റെ അംശത്താൽ എന്നാണ് പിന്നീട് പറയുന്നത്, മിൻ തീൻ. അത് മിൻ തീൻ എന്നുള്ളത് 8 സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സജദ 32:7, സാഫാത്ത് 37:1, അൻആം 6:2, അറാഫ് 7:11, അൽ മുഅ്മിനൂൻ 23:12, അതുപോലെ സാദ് അതിൽ അതായത് 38, 71, 76, പിന്നെ ഇസ്രാ 17:6. ഇങ്ങനെ 8 സ്ഥലത്ത് തീൻ, കളിമണ്ണ് എന്നാണ് തീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കളിമണ്ണിൻ്റെ അംശത്താൽ അല്ലെങ്കിൽ അതിൻ്റെ സത്തയാൽ സൃഷ്ടിച്ചു. മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൽസാലും മിൻ ഹമയിൻ മസ്നൂൻ, ഗന്ധമുള്ള കറുത്ത മണ്ണിനാൽ എന്നാണ്. അത് 3 സ്ഥലത്താണ് ഖുർആൻ പ്രയോഗിച്ചത്. സൂറത്ത് ഹിജ്ർ 15, 26, 28, 33 ഇങ്ങനെയാണ്. പിന്നെ മിൻ സൽസാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ചൂളക്ക് വച്ച് പിന്നെ എടുത്തിട്ട് മുട്ടിയാൽ ശബ്ദിക്കുന്ന മണ്ണ് എന്നാണ്. അത് സൂറത്ത് അർ-റഹ്മാൻ 55-ാമത്തെ സൂറത്ത് 14-ാമത്തെ പിന്നെ സൂക്തത്തിലാണ് പറഞ്ഞത്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏകദേശ ചിത്രം, എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള അംശം എന്താണെന്ന് ചോദിച്ചാൽ അത് മണ്ണും വെള്ളവുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പിന്നെ ഈ മണ്ണും വെള്ളവുമായിട്ടുള്ള ഈ ഭൗതിക അംശത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യന് പ്രത്യേകമായി മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൽകിയ ഒരു ഘടകം എന്ന് പറയുന്നത് റൂഹാണ്. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വനഫഖന ഫീഹി മിർ റൂഹിന വനഫഖ ഫീഹി മിർ റൂഹിഹി, അവൻ അള്ളാഹു അവൻ്റെ റൂഹ്, അവൻ സൃഷ്ടിച്ച റൂഹിൻ്റെ അംശം അത് മനുഷ്യനിൽ നിവേശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ റൂഹും അതുപോലെ മണ്ണും വെള്ളവും, അതായത് ഭൗതികമായിട്ടുള്ള 2 ഘടകം, റൂഹ് എന്ന് പറയുന്ന നമ്മൾക്ക് പിടികിട്ടാത്ത മറ്റൊരു ഘടകവും കൂട്ടിച്ചേർന്നിട്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് തനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഖുർആൻ വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് ഇതിനെപ്പറ്റി ആയിരിക്കണം ഈ ജബ്ബാർ പറയുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം അദ്ദേഹം ഖുർആൻ മനസ്സിലാക്കാനല്ല പഠിക്കുന്നത്, വായിക്കുന്നത്. അദ്ദേഹം ഖുർആനെ വിമർശിക്കാൻ വായിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഖുർആൻ്റെ തരത്തിലുള്ള പ്രയോഗങ്ങൾ മനസ്സിലാവണമെന്നില്ല. അത് ശരിയാവണ്ണം ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുകയുള്ളൂ.